പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ജോയലിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് നേതാവ് ജോയലിന്റെ അച്ഛൻ ജോയ്ക്കുട്ടി. ഇടതുഭരണം നടക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പോലീസ് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും ജോയ്ക്കുട്ടി പറഞ്ഞു. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പച്ചക്കള്ളം മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് അനുകൂലമായിട്ട് അവർ റിപ്പോർട്ട് പോലീസുകാർ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കാണുമായിരിക്കും. അത് വെച്ചും മുഖ്യമന്ത്രി വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മകനെ മർദ്ദിച്ച് അവൻ പാർട്ടിക്കാരനാണ്. അവന് സഭയിൽ നിന്ന് വളർന്നു വന്ന ഡിവൈഎഫിന്റെ അടൂര് മേഖലാ സെക്രട്ടറി ആയിട്ട് വളർന്നു വന്നൊരു പയ്യനാണ്. അപ്പം പാർട്ടിയിൽ വേണ്ടി അവൻ ജീവിച്ച ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയാണ് അത് അന്വേഷണം നടത്തേണ്ടത്. സ്വന്തം പാർട്ടിക്കാരനാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത്, ജോയലിന്റെ പിതാവായ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ വിഷല് അവര് പുറത്തുവിടണം. മുഖ്യമന്ത്രി അതിന് ഉത്തരവിടണം. ഈ കുറ്റക്കാര് ആയ പോലീസുകാരെ നിയമത്തിന് കൊണ്ടുവരാൻ ഈ മുഖ്യമന്ത്രി നടത്തണം. അതാണ് വേണ്ടത്. സ്വന്തം പാർട്ടിക്കാരൻ 16 വയസ്സ് മുതൽ ഈ 29 വയസ്സ് വരെ അവൻ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അല്ല ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല അവൻ ജീവിച്ചത്, പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്.